പോളണ്ടിലെ സർക്കാർ കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ പറന്ന ഡ്രോൺ തകർത്തതായി പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് വെളിപ്പെടുത്തിയിരുന്നു. തലസ്ഥാനമായ വോഴ്സോയിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിന് മുകളിലൂടെയാണ് ഡ്രോൺ പറന്നത്. സംഭവത്തിൽ 2 ബെലാറസ് പൗരന്മാരെ അറസ്റ്റ് ചെയ്തതായും പോളണ്ട് അറിയിച്ചു. പോളണ്ടിനെതിരെയുള്ള പ്രകോപനമായി ഈ സംഭവത്തെ സർക്കാർ കാണുന്നതായും പ്രസിഡന്റ് പറഞ്ഞു. ഈ സംഭവത്തിന് മുമ്പ് റഷ്യ യുക്രൈനിൽ നടത്തിയ വ്യോമാക്രമണത്തിനിടെ നിരവധി ഡ്രോണുകളും മിസൈലുകളും പോളിഷ് വ്യോമാതിർത്തിയിലേക്കും കടന്നിരുന്നു. പോളിഷ് വ്യോമസേനയും നാറ്റോ സഖ്യകക്ഷികളും ചേർന്ന് മിസൈലുകളെ തകർത്തതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം യുഎസിലെ അലാസ്കയ്ക്ക് സമീപം റഷ്യയുടെ യുദ്ധവിമാനങ്ങളെത്തി. റഷ്യയുടെ Tu-95 Su-35 യുദ്ധവിമാനങ്ങളാണ് അലാസ്കയ്ക്ക് സമീപമെത്തിയത്. 4 വിമാനങ്ങളാണ് അലാസ്കയ്ക്ക് അടുത്തെത്തിയത്. യുഎസിൻ്റെ വ്യോമമേഖലയിൽ വിമാനങ്ങൾ കടന്നില്ല. രാജ്യാന്തര വ്യോമാതിർത്തിയിലായിരുന്നു വിമാനങ്ങൾ പറന്നത്. ഇവിടെ വരുന്ന വിമാനങ്ങൾ സ്വയം വെളിപ്പെടുത്തണം. സുരക്ഷ കണക്കിലെടുത്താണിത്. എന്നാൽ റഷ്യയുടെ വിമാനങ്ങൾ അങ്ങനെ ചെയ്തില്ല. അതിനാലാണ് യുഎസ് വിമാനങ്ങൾ പ്രതിരോധം തീർത്തത്. റഷ്യയുടെ വിമാനങ്ങളെ തടയാൻ യുദ്ധവിമാനങ്ങളെ അയച്ചതായി നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. യുഎസിൻ്റെയും കാനഡയുടെയും സംയുക്ത സുരക്ഷാ കമാൻഡാണിത്. F-16 ഉൾപ്പെടെയുള്ള വിമാനങ്ങളെ പ്രതിരോധത്തിന് ഉപയോഗിച്ചതായി കമാൻഡ് അറിയിച്ചു. റഷ്യയുടെ വിമാനങ്ങൾ രാജ്യാന്തര വ്യോമമേഖലയിലായിരുന്നു. അമേരിക്കയുടെയോ കാനഡയുടെയോ വ്യോമമേഖലയിൽ കടന്നിട്ടില്ല. യുഎസിൻ്റെ വ്യോമാതിർത്തി അവസാനിക്കുന്ന അലാസ്കൻ എയർ ഡിഫൻസ് ഐഡൻറ്റിഫിക്കേഷൻ സോണിലാണ് റഷ്യൻ വിമാനങ്ങൾ എത്തിയത്. ഇവിടെ വരുന്ന വിമാനങ്ങൾ സുരക്ഷ കണക്കിലെടുത്ത് വിവരങ്ങൾ സ്വയം വെളിപ്പെടുത്തണം. റഷ്യൻ വിമാനങ്ങൾ ഇങ്ങനെ ചെയ്തില്ല. അതുകൊണ്ടാണ് യുഎസ് വിമാനങ്ങൾ പ്രതിരോധം തീർത്തത്. മുമ്പും റഷ്യൻ വിമാനങ്ങൾ മേഖലയിൽ നിരീക്ഷണം നടത്തിയിരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റഷ്യയുടെ ജെറ്റുകളും ഡ്രോണുകളും നാറ്റോ രാജ്യങ്ങളുടെ ആകാശത്ത് കടന്നു കയറിയതിനെക്കുറിച്ചും ട്രംപ് നിലപാട് വ്യക്തമാക്കി. നേരത്തെ ട്രംപ് ഇതിനെ പിഴവ് എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റിയിട്ടുണ്ട്. നാറ്റോ രാജ്യങ്ങളുടെ ആകാശം ലംഘിക്കുന്ന റഷ്യൻ വിമാനങ്ങളും ഡ്രോണുകളും വെടിവെക്കണം. ഇങ്ങനെയാണിപ്പോൾ ട്രംപ് പറയുന്നത്. ഡാനിഷ് തലസ്ഥാനമായ കോപ്പൻഹേഗൻ വിമാനത്താവളത്തിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വ്യോമഗതാഗതം പൂർണ്ണമായി നിർത്തിവച്ചിരുന്നു. വിമാനത്താവളത്തിന് സമീപം 2-3 ഡ്രോണുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ടേക്ക് ഓഫുകളും ലാൻഡിങ്ങുകളും നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. അതിന് നാറ്റോയും റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഞങ്ങളുടെ ആകാശം ഞങ്ങൾ എല്ലാവിധത്തിലും സംരക്ഷിക്കും. എസ്റ്റോണിയ, പോളണ്ട്, റൊമാനിയ എന്നിവിടങ്ങളിൽ റഷ്യൻ ഡ്രോണുകളും വിമാനങ്ങളും വ്യോമാതിർത്തി ലംഘിച്ചിരുന്നു. അതിനിടെ ഡെൻമാർക്കിൽ വീണ്ടും ഡ്രോണുകളുടെ സാന്നിധ്യം. ഞായറാഴ്ച രാത്രിയിൽ തങ്ങളുടെ സായുധ സേനയുടെ നിരവധി ഇടങ്ങളിൽ ഡ്രോണുകളെ കണ്ടെത്തിയതായി ഡാനിഷ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഡ്രോണുകളുടെ എണ്ണത്തെക്കുറിച്ചോ കണ്ടെത്തിയ സ്ഥലങ്ങളെക്കുറിച്ചോ വ്യക്തമാക്കിയിട്ടില്ല. ഡ്രോൺ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ബാൾട്ടിക് മേഖലയിൽ നാറ്റോ ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട്.